പ്രിയനെ വിളിച്ചിട്ടുണ്ട് അടുത്ത ഹോളിവുഡ് ഫിലിമില് കാസ്റ്റ് ചെയ്യാനായിട്ട് വേദുവിനെ. So welcome to Rosefin, Mumbai. The most luxurious hotels we have stayed. Yes. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ ട്രാവൽസ് തുടങ്ങുവാണ്, സമ്മർ ട്രാവൽസ്. ഇറ്റ്സ് എ വെരി ലോങ് ട്രിപ്പ്, ഏകദേശം 27-26 ദിവസമുണ്ട്. ആൻഡ് കുറേ സ്ഥലങ്ങൾ, കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് പോകുന്നത് ഇവിടുന്ന് മുംബൈയിലേക്കാണ്. അവിടെ ജസ്റ്റ് ഒരു ദിവസം ലേ ഓവർ, നമുക്ക് അങ്ങനെ തന്നെ ഫ്ലൈറ്റ് കിട്ടി, ഒരു ദിവസം ലേ ഓവർ. അപ്പോൾ എക്സ്ട്രാ കോസ്റ്റ് ഒന്നും ഇല്ലാതെ ബോംബെ കാണാമല്ലോ. പക്ഷെ ബോംബെയിൽ പ്രിയയുടെ ഒരു അബി ദോസ് ഉണ്ട്. എനിക്കൊന്ന് പ്രിയയുടെ ഏറ്റവും ഓൾഡസ്റ്റ് ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് ഈവ പവിത്ര എന്ന് പറഞ്ഞാൽ. ഷീസ് ആക്ട്രസ് ഓൾസോ. സോ വർഷങ്ങളായി അവർ 20 വർഷത്തിന് മുകളിലായി പ്ലാൻ ചെയ്യുന്നു ബോംബെയിൽ കൂടണമെന്ന്. പക്ഷെ ഇപ്പം ഭർത്താക്കന്മാരും കുട്ടികളൊക്കെ ആയിട്ടാണ് ബോംബെ കൂടാൻ പോകുന്നത്. അതുമാത്രമല്ല, ബോംബെയിൽ തന്നെ ഏറ്റവും പുതിയൊരു ഹോട്ടലും എനിക്ക് തോന്നുന്നു 1500 കോടി വെച്ച് പണിത ഒരു ഭയങ്കര ലാവിഷ് പ്രോപ്പർട്ടിയിലാണ് താമസിക്കുന്നത്. എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ്, ഫെയർമൗണ്ട് മുംബൈ എന്ന് പറയും. സോ അതും ബോംബെയിലെ കാഴ്ചകൾ, എയർ ഇന്ത്യയിലുള്ള ജേണി ഒക്കെ ആയിരിക്കും ഇന്നത്തെ വ്ളോഗിൽ. സോ വെൽക്കം ടു മുംബൈ. ആക്ച്വലി ഒരിക്കലും ചെയ്യാത്തൊരു സംഭവമാണ്. സാധാരണ നമ്മൾ ഇന്റർനാഷണലിലാണ് എപ്പോഴും പോകുന്നത്. പക്ഷെ ഇത്തവണ ട്രാൻസിറ്റ് ബോംബെയിലായതുകൊണ്ട് നമ്മൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആണ് ആദ്യം എടുക്കുന്നത്. നമ്മൾ എപ്പോഴും ഫോറിൻ ട്രിപ്പ് പോകുമ്പോൾ ഒന്നെങ്കിൽ മലേഷ്യ, ബാങ്കോക്ക്, ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും ഇത് ട്രാൻസിറ്റ് വരുന്നത്. പക്ഷെ ഇത്തവണ ബോംബെയിലാണ് ട്രാൻസിറ്റ് വരുന്നത്. അത് ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ മറ്റേ ലക്ഷങ്ങളും മുടക്കിയുള്ള ഹെയർ സ്റ്റൈലും കഴിഞ്ഞ് ഒരു യാത്ര പോവാണ്. ട്രിപ്പിനും കാട്ടി കൂടുതലായിട്ടുള്ള ഹെയർ സ്റ്റൈല്. അമ്മയും മോനും മിസ് ചെയ്യോ? എന്ത് മുടിയല്ലേ? അതാ പറഞ്ഞ, ഇത്രയും ഒക്കെ ചെയ്തിട്ട് എന്തിനാണ് തലമുടി ഇങ്ങനെ ചെയ്യാൻ നിൽക്കുന്നത്? ഇത് മറ്റേ എന്റെ ബാർബർ ഷോപ്പിൽ വന്ന 400 രൂപ, 300 റുപ്പീസാ ഹെയർ കട്ട് അവിടെ ചെയ്ത് തന്നതന്നെ. ഇങ്ങനെ കെട്ടി വെക്കാനാണെങ്കിൽ തുടങ്ങണോ അല്ലേ? എന്താ വേദുവിന്റെ എയർപോർട്ട് ബൈക്ക്, ഇത് ക്ലാസിക് എയർപോർട്ട് ബൈക്കാണ് കേട്ടാ, പേരൊക്കെ ഇട്ടു. അതെ, നമ്മൾ എയർ ഇന്ത്യയിലാണ് പോകുന്നത്. ഇപ്പോഴേക്ക് എയർ ഇന്ത്യനെ കുറിച്ച് ഒരു ബാഡ് ഇംപ്രഷൻ ആയിരുന്നു. പക്ഷെ എനിക്ക് ഡൽഹി പോയപ്പോ എയർ ഇന്ത്യക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് പ്രീമിയം ഇക്കോണമിയിലേക്ക് ഞാൻ അപ്ഗ്രേഡ് ചെയ്തു. അപ്പൊ ഇത് ബിസിനസ്സും അല്ല ഇക്കോണമിയും അല്ല. അപ്പൊ നമുക്ക് പ്രീമിയം ഇക്കോണമി എങ്ങനെയാണ് നോക്കാം. സെപ്പറേറ്റ് ചെക്ക് ഇൻ കൗണ്ടർ ഒക്കെ ഉണ്ട്. ലൈക്ക് ബിസിനസ് ഒന്നുമല്ല, ഇതൊരു 1200 രൂപ എക്സ്ട്രാ കൊടുത്താൽ മതി ഒരാൾക്ക്. അത് വേർത്തല്ലേ? ഈ എയർ ഇന്ത്യയിൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രീമിയം ഇക്കോണമിയിലേക്കുള്ള അപ്ഗ്രേഡ് ഓപ്ഷൻ വരും. അത് ആൾക്കൂടെ ഒരു 1500 രൂപയുടെ അടുത്തേ വരുള്ളൂ. സോ അത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തായാലും എടുക്കുക. ചെറിയ ഡിഫറൻസേ ഉള്ളൂ, പക്ഷേ എക്സ്പീരിയൻസ് നല്ലതായിരിക്കും. ഞാൻ കറക്റ്റ് 8:49 ബോർഡിങ് തുടങ്ങും. ദേ ഒരാൾ ഇപ്പോഴും ഉറക്കൊണ്ടിരിക്കുവാണ്, ഒരാൾ സ്കൂട്ടർ ഓടിച്ചുകൊണ്ടിരിക്കുവാണ്. ലോഞ്ചിൽ പോകണ്ട, ഡൊമസ്റ്റിക് ലോഞ്ച്. പക്ഷെ അടിപൊളിയായിരുന്നു. എങ്ങോട്ട്? ഗോവയില് ഉണ്ട്. ഞാൻ റെഡി ആവണേ, ഞാൻ ഇപ്പൊ നല്ല ഫിറ്റാ. ഇപ്പൊ തരും ഒരാള്. അത് നമുക്ക് അവിടെ പോയി ഇരിക്കാം. 20 മിനിറ്റ് അല്ലേ ഉള്ളൂ. ഫ്ലൈറ്റിൽ എന്തെങ്കിലും സ്നാക്ക് കാണും. പ്രിങ്കിൾസ് ഒന്നും ഇല്ല. അല്ല, ഇവിടെ ഒരു ഓൾഡ് ഫോറിനർ പോയായിരുന്നു കേട്ടാ. അപ്പം ദില്ലുണ്ടല്ലോ, പൊതുവെ ആരെങ്കിലും ഇങ്ങനെ പോയാല് ഫോട്ടോ എടുക്കാൻ ചോദിക്കാൻ ഭയങ്കര മടിയാ. ഞാൻ ഫോട്ടോ എടുക്കാൻ ചോദിക്കാൻ, സ്ഥലം എവിടെയാന്ന് ചോദിക്കാൻ ഒക്കെ ഭയങ്കര മടിയാ. അതിനെല്ലാത്തിനും എന്നെ വിടും. എന്നിട്ട് ഞാൻ വരുന്നവര് പോലെ എക്സ്ക്യൂസ് മീ ഹലോ, ഇതേത് വഴിയാ അതേത് വഴിയാന്ന് ഞാൻ ചോദിക്കണം. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനും ചോദിക്കണം. അങ്ങനെ കറക്റ്റ് ആളെ നോക്കിയാണ് ഞാൻ ഫോട്ടോ എടുക്കാൻ ആളെ വെച്ചത്. ഇതൊരു ഫോറിനർ ആയിരുന്നേ, ഒരു സിനിമറ്റോഗ്രാഫർ ആണ്. അപ്പൊ നല്ല ഫോട്ടോ ഉണ്ട്. അതേ ഇവിടെ നിന്ന് ജസ്റ്റ് ഇടാം. അപ്പൊ പുള്ളി ഒരു ഫോട്ടോ എടുത്താന്ന് പോയി. ആളെ ഞാൻ നോക്കി അടിമുടി നോക്കി. പ്രിയനെ വിളിച്ചിട്ടുണ്ട് അടുത്ത ഹോളിവുഡ് ഫിലിമില് കാസ്റ്റ് ചെയ്യാനായിട്ട്. വേദുവിനെ കളറ് ബ്രൗണും റെഡും തല. ഓ, സ്റ്റണ്ട് ചെയ്യേണ്ടി വരും കേട്ടാ. അതെ.
എനിക്ക് ഇംപ്രഷൻ തന്നെ മാറി എയർ ഇന്ത്യയുടെ. എനിക്കിഷ്ടായി. ഇത് പ്രീമിയം ഇക്കോണമി ആണ്. സോ ബാക്കിൽ തൊട്ട് ബാക്കിൽ ഇക്കോണമി സീറ്റ് ആണ്. അതും നല്ലതാണ് കേട്ടോ, നല്ല റിഫ്രഷ്ഡ് ആണ്. പക്ഷെ ഇത് നോക്ക്, പ്രീമിയം ഇക്കോണമി നോക്ക്, എന്ത് സ്പേസ്, എന്ത് ക്ലീന്. അത് പ്രീമിയം ഇക്കോണമി ആയതുകൊണ്ടാണ്. And the best part is നല്ല music ആണ്. താജ് കയറുന്ന ഫീലിംഗ് ഇല്ലേ, ആ സെയിം രീതി അവർ പ്ലാൻ. ഹിന്ദുസ്ഥാനി മ്യൂസിക് കേട്ടപ്പോ തന്നെ എനിക്ക് ട്രിപ്പിനൊരു ശുഭം അല്ലേ. ഇന്ത്യ മേരാ കൺട്രി. നല്ല സ്പേസ് ആണ് ഈ പ്രീമിയം ഇക്കോണമി. അതേപോലെ ഒരു 1,500 rupees ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും സ്പേസ് കിട്ടും. ഇതുപോലെ നമുക്ക് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല ക്ലീൻ സീറ്റ്സ്, ഫുൾ സെറ്റപ്പ് അല്ലേ, ക്ലീൻ. പക്ഷെ സിംഗപ്പൂരിലേക്ക് പ്രീമിയം ഇക്കോണമി അല്ല. വേറൊരു കാര്യം അറിയോ, ഇക്കോണമി തന്നെ എന്തൊരു രസമാണ് നോക്ക്. സ്പേസ് കുറവാണെങ്കിലും സീറ്റ്സ് ഒക്കെ എന്തൊരു അടിപൊളിയാ. വെയിറ്റ് ചെയ്യാൻ പറയട്ടെ. ഫസ്റ്റ് അല്ലേ ബോയ്സ് കുറച്ച് നേരം സംസാരിക്കലും ഗേൾസ് 1 hour ടോക്കാം. വേദിന ക്ലാസ്സിലെ ഗേൾസിന്റെ കാര്യം പറയുന്നത്. എല്ലാ ഗേൾസും കുറെ നേരം സംസാരിക്കും. എന്റെ അമ്മ പറഞ്ഞ ഗേൾസ് മീറ്റ് ചെയ്യുമ്പോ ഗേൾസും വേറെ ഗേൾസും മീറ്റും so cute. Oh, can you do this makeup for me? You look so beautiful. ബോയ്സോ? Boys are not there. ഹേ ബ്രോ. Yeah. Tap ഒക്കെ ചെയ്യും. ഓ ടാബ് ഒക്കെ ചെയ്യും. ഓഫ്. സ്വീറ്റ് 7 എന്ന് പറയും. പിന്നെ ഗേൾസ് 1 hour ടോക്ക്. അത് കറക്റ്റാ. അത് ബാഡ് ഒന്നുമല്ലല്ലോ അവൻ പറഞ്ഞത്. ഗേൾസ് സംസാരിക്കും, ബോയ്സ് സംസാരിക്കും. അത് എന്റെ അന്തോന്റെ ഒന്നും കൂടെ വരാത്തോണ്ടാ. ഞങ്ങളാണ് ഗേൾസിനെ കാട്ടി കൂടുതൽ സംസാരിക്കുന്നത്. ഇപ്പൊ നമ്മള് എന്റെ ഫ്രണ്ടിനെ കണ്ടല്ലോ എയർപോർട്ടിൽ. അപ്പോൾ എടാ അങ്ങനെയൊക്കെ പറയണം. നമ്മൾ എപ്പോഴും എല്ലാരും കോംപ്ലിമെന്റ് ചെയ്താൽ എല്ലാരും ഹാപ്പി ആവും കേട്ടോ. 1 hour ടോക്ക്. That's too much. ഓഫ് ദാറ്റ്സ് ടു മച്ച്. നമുക്ക് എന്താണെന്ന് അറിയോ, TV സ്ക്രീൻ ഇല്ല. പക്ഷെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്കാൻ ചെയ്താൽ നമുക്ക് നമ്മുടെ ഫോണിൽ എയർ ഇന്ത്യയുടെ ഒരു ആപ്പ് പോലെ വരും. അതിൽ നമുക്ക് പുതിയ പുതിയ സിനിമകളും എല്ലാം കാണാം കേട്ടോ. സോ നമുക്ക് TV ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു പവർ ബാങ്ക് മാത്രം കൈ കരുതിയാൽ മതി. നിങ്ങൾ ഹോട്ട് ടവലൊക്കെ കിട്ടും കേട്ടോ ഇതുപോലെ. ഇത് കോൾഡ് എടുത്തോ. അത് ഓപ്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഒരു ഫ്ലൈറ്റിലെ ഓപ്ഷൻ ഞാൻ കാണുന്നത്. കോൾഡ് അല്ലെങ്കിൽ ഹോട്ട്. ഇത് കോൾഡ് അല്ലെങ്കിൽ ഹോട്ട് എന്നുള്ള ഓപ്ഷൻ വരെ ഉണ്ട്. എയർ ഇന്ത്യയില് വരണ്ടെന്ന് പറഞ്ഞ ആളാ. മെനു കാർഡ് അതേ പറഞ്ഞ പ്രീമിയം ഇക്കോണമി വേറെ ലെവലാണ്. യു ഫീൽ സ്പെഷ്യൽ നോ അല്ലേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റിയ ചെറിയ ഇന്ത്യക്ക് എവിടെയാണെങ്കിലും ബിലോ 2,000 rupees വരുള്ളൂ അപ്ഗ്രേഡ്. ബിസിനസ് ക്ലാസ്സിലേക്കോ 10,000 or 15,000 വരും. ഓക്കെ, സോ ഇതില് ഇതൊക്കെ ഉണ്ടല്ലോ, കീഷ്, നൂഡിൽസ്, പനീർ, ആപ്പിൾ സിനമൺ ക്രംബിള്, ജ്യൂസ്, ടീ, കോഫി എല്ലാം ഉണ്ട്. ഫുൾ സെറ്റപ്പ് ആട്ടോ. ചാർജിങ് പോർട്ട് വരെ അടിപൊളിയാണ്. 60 watt സാധാരണ ടൈപ്പ് സിയും ഉണ്ട്, അതുപോലെ തന്നെ USB ഉണ്ട്. സോ നമുക്ക് പവർ ബാങ്ക് ഒന്നും കൊണ്ടുവന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നല്ല അഡ്വാൻസ് ചാർജിങ് ആണ്. പക്ഷെ എല്ലാ പ്ലെയിനും ഒരേപോലെ ആവണമെന്നില്ല. ഇത് A320 ആണ്, അതുകൊണ്ടായിരിക്കും ചിലപ്പം ഇത്രയും റിഫർബിഷ്ഡ് ആയിട്ടുള്ള ഇന്റീരിയേഴ്സ്. ഇതിൽ ഫുഡ് ഒരു മഷ്റൂം കീഷ് ചിക്കൻ ടിക്ക, ഒരു ചീസി വെജിറ്റബിൾ ക്രോക്കറ്റ്, ആപ്പിൾ ക്രംബിള്, ദഹി വല്ല ആൻഡ് സം ജ്യൂസ്. അടിപൊളി. എന്തോ അല്ലേ, ഇനി മാക്സിമം എയർ ഇന്ത്യ തന്നെ പോയാൽ മതി. പാർട്ട് ഓഫ് ആയി ഫുഡ് ഒന്നും പറയില്ല കേട്ടോ. അടിപൊളി ഫുഡ്. ചിക്കൻ ടിക്ക ഇപ്പൊ അവര് ഓവണിനെടുത്ത പോലെ ഉണ്ട് എല്ലാം. ഇതാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ തായ്പൂരി ആണെങ്കിലും, തായ്പല്ല തൈരുവട എല്ലാം അടിപൊളി. ഇവന്റെ ഡിഷ് നടക്കാൻ തുടങ്ങി. അതെ, ഈ ചെറിയ ഡ്യൂറേഷൻ ഫ്ലൈറ്റിലെ ബ്ലാങ്കറ്റ് ചോദിച്ചാൽ അതും തരും. ബ്ലാങ്കറ്റ് വരെ ഉണ്ട്. ഓ ചാച്ചിക്കോ നമുക്ക് ബോംബെയിൽ എത്തിയിട്ട് കാണാം. എന്തായി എയർ ഇന്ത്യക്ക് ഒരു 2 thumbs പോരാ, ഒരു 5 thumbs up കൊടുക്ക്. ഹലോ, വെൽക്കം ടു മുംബൈ. ഒരു വൈബ് ഇല്ലാതെ കിടന്ന് ഉറങ്ങിയിരിക്കുന്നു ഫുൾ ഫ്ലൈറ്റ്. എനിക്കാണെങ്കിൽ സംസാരിക്കാനും കൊച്ചു വർത്തമാനം പറയാൻ ആരും ഇല്ല. ഞാനാ കൂർക്കൊന്നും വലിച്ചില്ല, പിന്നെ അത്ര ആക്കണ്ട. അതെ, ഇനിയാ ഓ അയ്യോ ഇനിയാണ് പൊളിക്കാൻ പോകുന്നത്.
നമ്മുടെ എക്കോർ മെമ്പർഷിപ്പിലുണ്ടല്ലോ നമുക്ക് എയർപോർട്ടിൽ നിന്ന് പിക്കപ്പും ഡ്രോപ്പ് ഒക്കെ ഫ്രീയാ ഹോട്ടലിൽ നിന്ന്. ഭയങ്കര അടിപൊളി ഹോട്ടലാന്നാ കേട്ടെ. അപ്പൊ പൊളിക്ക. പ്ലസ് യുവർ ബെസ്റ്റ് ബഡീനെ കാണണ്ടേ ബോംബെയില് ആദ്യമായിട്ട് 25 വർഷത്തില്. ആരാ? ഈവാമ്മ അല്ലേ? ഇപ്പൊ കാണും. ഞാൻ ബോംബെ പോവും എന്ന് പറയാൻ തുടങ്ങിയിട്ട് കല്യാണത്തിന് മുമ്പേ പറഞ്ഞു തുടങ്ങി. ഞാൻ കേട്ട് തുടങ്ങിയിട്ട് ഒരു 15 വർഷമായി. എന്നിട്ട് ഇപ്പൊ എന്റെ കൂടെ തന്നെ വരാൻ വേദുമായിട്ട്. യോഗം. അത് ഒരു ദിവസമേ ഉള്ളൂ. ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു സോളോ ട്രിപ്പ് അടിക്കും. എവിടെ ബാധില്ലു വിളി തുടങ്ങും. ആക്ച്വലി 12:20 ലാൻഡിങ്. 11:45 നമ്മൾ ലാൻഡ് ചെയ്തു. പക്ഷെ ലാൻഡ് ചെയ്തിട്ടും അനൗൺസ്മെന്റ് വരാതെ ഒരാളും എഴുന്നേക്കുന്നില്ല. ഞാൻ പോയിരിക്കുന്ന ഏറ്റവും ഡീസൻറ്റ് ക്രൗഡുള്ള ഫ്ലൈറ്റ് ആയിരുന്നത്. ഒരു ബഹളവും ഇല്ല, ആൾക്കാർ ഓടിച്ചാടുന്നില്ല. അടിപൊളി ദിവസം നോക്കി. ഇവർ തന്നെ വന്ന് ചോദിച്ചതാട്ടാ. ഒരു എയർപോർട്ടിൽ നമ്മളോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചിട്ടൊന്നുമില്ല വണ്ടി വേണമെന്ന് അല്ലേ? കൊച്ചിയല്ല, ബോംബെയില് ഫ്ലൈറ്റും സൂപ്പർ, സർവീസ് സൂപ്പർ. അതായിരിക്കും ആ നടപ്പൊക്കെ കണ്ടപ്പോ. എങ്ങനെയെങ്കിലും എയർപോർട്ടിൽ നിന്ന് ഇറക്കി വിടണ്ടേ? എന്തായാലും അടിപൊളി കേട്ടാ. ഫ്ലൈറ്റ് ഭയങ്കര ഇഷ്ടം എനിക്ക്. കുറേ ഉണ്ട് നടക്കാൻ കേട്ടോ. വണ്ടി എടുത്ത് നന്നായി. ഡൊമസ്റ്റിക് എയർപോർട്ട് തന്നെ ഇത്രയും ലൈക്ക് വാക്കിംഗ് ഉണ്ടെങ്കിൽ വണ്ടി കിട്ടുവാണെങ്കിൽ വണ്ടി തന്നെ വന്നോ. എസ്പെഷ്യലി ഏജ്ഡ് ആയിട്ടുള്ളവരും കുട്ടികളൊക്കെ ഉള്ളെങ്കിൽ. അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും, പാടുമായിരിക്കും. എയർപോർട്ട് അടിപൊളി കേട്ടാ. ഇത് കണ്ടോ, ഗ്ലാസ് വർക്കിന്റെ അകത്ത് ഓരോരോ ആർട്ട് വർക്ക് വെച്ച്, അതുപോലെ തന്നെ കുറെ ഇങ്ങനെ ആർട്ട് വർക്ക്സ് ഉണ്ട്. ഭയങ്കര വലിയ എയർപോർട്ട്. പോയി എത്തുന്നില്ലല്ലോ ഇത്. അതെ അതെ, ഹിന്ദുസ്ഥാനി സംഗീത്, ഗസൽ ഷോ, അങ്ങനെ എല്ലാ കൾച്ചർ ഫോമും മ്യൂസിക് ഫോം ഒക്കെ വെച്ചിട്ടുള്ള ഒരു സെറ്റപ്പാ. എത്തി. ഓക്കെ, ഇറങ്ങിക്കോ. നടന്നു. ഞാൻ ആക്ച്വലി പറഞ്ഞില്ല, ഫെയർമൗണ്ട് ഒരു ഹോട്ടലിൽ ബുക്ക് ചെയ്ത് ഭയങ്കര ആഗ്രഹത്തോടെ വന്നാ. അവിടുത്തെ റിസർവേഷൻ അവർ ക്യാൻസൽ ചെയ്തു. ഇപ്പോ എന്നിട്ട് എന്താ അവർ ചെയ്തതെന്ന് അറിയോ? അതിന്റെ തൊട്ട സൈഡിൽ ഇവരുടെ ബ്രാൻഡ് ന്യൂ ഹോട്ടൽ തുടങ്ങി. അതിന്റെ സ്യൂട്ട് റൂമിലേക്ക് തന്നു. ഞാൻ ചോദിച്ചാൽ എന്തിനാന്ന് ചോദിച്ചപ്പോൾ പറയാ, പുതിയ ഹോട്ടലാ, അപ്പൊ കുറച്ച് സെലക്ട് ഗസ്റ്റിനെ അതിന്റെ പുതിയ സർവീസിന്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് മാറ്റിയിരുന്നു. പുതിയ ഹോട്ടലിന്റെ പേരൊന്നും കേട്ടിട്ടില്ല, പക്ഷെ ഇത് പുതിയ ഹോട്ടലിന്റെ സ്യൂട്ട് റൂം. അപ്പൊ പിക്കപ്പ് ഇവിടുന്ന് തന്നെയാ. പ്ലാറ്റിനം അല്ലേ? പ്ലാറ്റിനം മെമ്പർ. ഞാൻ ഫോട്ടോസ് കണ്ടിട്ട് മറ്റേ ഫെയർമൗണ്ടിന് അത്രയൊന്നും പോരാന്ന് തോന്നുന്നു. ഉള്ളിലെങ്കിൽ നമുക്ക് മറ്റേ അടുത്ത് തന്നെ വേണമെന്ന് പറയാം. വാശി പിടിക്കാം കേട്ടോ. എന്താ പറ, ഞാൻ ഹോളിവുഡ് ആക്ട്രസ് ആണ്, ചിലപ്പോൾ മാറ്റി തരും. രസമുള്ള എയർപോർട്ടാണ് നോക്കുക. അറൈവൽ സെക്ടറിൽ തന്നെ IPL-നും ക്രിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീനിങ്, ബാറ്, ടോയ് ഷോപ്പ്, അതുപോലെ തന്നെ കഫേസ് എല്ലാം ഉണ്ട്. ഇങ്ങനെ ആയിരിക്കണം ഒരു അറൈവൽ. എനിക്കത് എബ്രോഡ് പോലും ഡൊമസ്റ്റിക് എയർപോർട്ട്സിലൊന്നും ഇത്രയും സെറ്റപ്പ് കണ്ടിട്ടില്ല. അവർ ടോയ് സ്റ്റോറി കയറിയെന്ന് തോന്നുന്നു, വേദവും പ്രിയൊക്കെ നിൽക്കുന്നു. പിക്കപ്പ് പ്രിയ വന്നു, നേരെ കാറി കയറുക, വെയിറ്റിംഗ് ഒന്നുമില്ല. ഇങ്ങനെ ആയിരിക്കണം സർവീസ് ഒക്കെ. ഞാൻ വീട്ടിൽ വന്നു കണ്ട. നമസ്തേ. Thank you. Thank you so much for being a platinum member with us. Thank you. ഹൈ ക്രോസ് ഒക്കെയാണ് കേട്ടോ ഇവരുടെ വണ്ടി. നമ്മൾ വലിയ വണ്ടി വേണമെന്ന് പറഞ്ഞു, വലിയ വണ്ടി വന്നു. കയറിക്കോ. ബാക്ക് സീറ്റ് ഒക്കെ ഉണ്ട്. ഭയങ്കര സർവീസ് ആയിപ്പോ കേട്ടോ. സാധാരണ നമുക്കൊരു ഡ്രൈവറിന് മാത്രമായിരിക്കും വരുന്നത്. ഇത് നമ്മളെ റിസീവ് ചെയ്യാൻ വേണ്ടി മാത്രം ഇവരുടെ ഫെയർമൗണ്ട് ഗ്രൂപ്പിന്റെ ഒരാൾ ഇവിടെ നിൽക്കും. നമ്മളിവിടെ ഒന്ന് ഗൈഡ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് പിന്നെ ഹോട്ടലിലേക്ക് നമ്മൾ നമ്മുടെ ഡ്രൈവറായിട്ട് പോകും. ഭയങ്കര ചൂടാണ് ബോംബെ. നമ്മൾ കൊച്ചിയിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ കുറച്ചും കൂടെ ചൂട് കുറയുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇറ്റ്സ് ലൈക്ക് അറൌണ്ട് 32 degrees. ഇറ്റ്സ് വെരി ഹോട്ട് ഇൻ മുംബൈ. ഈ കണക്കിന് പീക്ക് സമ്മർ ആകുമ്പോഴേക്കും ഹോൾ ഇന്ത്യ ബേണിംഗ് ആയിരിക്കും. എന്ന് പറയരുത് ഒരു ദിവസം കൂടെ എക്സ്ട്രാ കിട്ടുമെന്ന് കേട്ടാ. കയറി കണ്ടു നോക്ക്, അപ്പം അറിയാം. ആക്ച്വലി ഉണ്ടല്ലോ, ഫെയർമൗണ്ടിന്റെ തന്നെ ഒരു ലക്ഷറി കാറ്റഗറി ഫെയർമൗണ്ട് അകത്ത് തന്നെ വരുന്നതാണ്. സോ ഇപ്പുറത്തെ ഫെയർമൗണ്ടും ഇപ്പുറത്താണ് റോസ്വിൻ ഉള്ളത്. സോ നമുക്ക് റോസ്വിനിലേക്കാണ് മാറ്റി തന്നിരിക്കുന്നത്. ഭയങ്കര അടിപൊളിയല്ലേ? ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടി ഉണ്ടല്ലോ. ഒരു 1920s USA കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്, ന്യൂയോർക്ക് കോൺസെപ്റ്റില്. സോ ദിസ് ഇസ് ലൈക്ക് ആ ഒരു കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോ താമസിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി പാരീസിന്റെ കോൺസെപ്റ്റാ. സോ ഇറ്റ്സ് ലൈക്ക് US meets Paris in Mumbai. So it's quite nice. US പോയാൽ ഇത്ര നല്ല പ്രോപ്പർട്ടി കാണില്ല ഈ റേറ്റില്. ഒരു ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ് ആണ്. ഇതിൽ എൻഗ്രേവ്ഡ് ആണ് ബോംബെയിലെ എല്ലാ ലോക്കൽ സ്റ്റേഷൻസിന്റെ പേരും ഇതിലുണ്ട്. അവിടെ ഒരു ലേഡി വെയിറ്റിംഗ് ആണ്. ബാന്ദ്ര എല്ലാ പേരുകളും ഉണ്ട് സ്റ്റേഷന്റെ. രാം മന്ദിർ.
സോ മോഡേൺ ഹോട്ടലാണെങ്കിലും ബോംബെയുടെ ബേസിക് ആ ഒരു കൾച്ചറിലേക്ക് കണക്റ്റഡ് ആണ്. ഫെയർമൗണ്ടിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി ഇവരുടെ റോസ്വിനിലേക്ക് വന്ന് ഇവിടെ വന്നപ്പോഴേക്കും ഒരു പാരീസ് കൾച്ചറായി, കളേഴ്സും ആ ഒരു വൈബും ഒക്കെ ഒരു ഫ്രഞ്ച് കൾച്ചറായി. ആൻഡ് വി ആർ ആക്ച്വലി ദ ഫസ്റ്റ് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് വരുന്നവരാണ് ഫസ്റ്റ് ഗസ്റ്റ് എന്ന് പറയുന്നത്. ഭാഗ്യം കേട്ടോ. ആൻഡ് ഇതിലെല്ലാ സ്യൂട്ട് റൂംസാണ്. എന്തൊരു ഏരിയ അല്ല, ഇറ്റ് ഫീൽസ് ലൈക്ക് എന്താ പറയുക, ഒരു മൾട്ടി മില്യണേഴ്സിൻ്റെ ഒക്കെ ഒരു ഏരിയ പോലെ. ഇങ്ങനെ ഹോളിവുഡ് ലുക്ക് ആയതുകൊണ്ടാണ് ഹോളിവുഡ് ആക്ട്രസിന് ആ ഒരു സ്റ്റാൻഡേർഡിൽ റൂം കിട്ടുന്നത്. ആ സത്യം, സെറ്റ് പോലെയുണ്ട്. ദഹിക്കുന്നില്ല ഇതൊക്കെ കണ്ടിട്ട് അല്ലേ? ഓ ലിഫ്റ്റിന്റെ ഒക്കെ ലുക്ക് നോക്ക്. അന്തുമൊക്കെ ഇരുന്ന് ഇപ്പൊ ചിരിക്കുന്നുണ്ടായിരിക്കും കേട്ടാ. താങ്ക് യു അന്തുവേ, നല്ല കമന്റ് അടിയായിരിക്കും ഇപ്പൊ വീഡിയോ കണ്ടുകൊണ്ട്. ഞാൻ അന്തുനോട് പറഞ്ഞതാ പ്ലാറ്റിനം മെമ്പർ ആവാൻ. ഗൈസ്, ഞാനേ റൂം കണ്ടു, പക്ഷെ ഇവിടെ ഞങ്ങളുടെ കോറിഡോർ തൊട്ട് കാണിക്കാം. ഞങ്ങൾ താമസിച്ചതിൽ മേ ബി ദ മോസ്റ്റ് ലക്ഷറിയസ്. ഐ ബീൻ ലക്കി നോട്ട് ടു സ്റ്റേ ഇൻ മെനി ഹോട്ടൽ, ബട്ട് ദിസ് ഇസ് സംതിങ് ഓഫ് എ ഡിഫറെൻറ്റ് ലെവൽ, എസ്പെഷ്യലി സിൻസ് ഇറ്റ്സ് ബ്രാൻഡ് ന്യൂ. ഫുള്ളി ഓപ്പൺഡ് പോലും അല്ല, അതിന്റെ മണവും വരെ കിട്ടും. അതെ, ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ടു നോക്ക്. ഐ എം ഷുവർ യു ഗൈസ് വിൽ ബി വൗ. ഇങ്ങനെയാണ് നമ്മൾ നടന്നു വരുന്നത്. കാർപ്പറ്റൊക്കെ സോ ബ്രാൻഡ് ന്യൂ ആൻഡ് സോ ക്ലാസി. ഐ ലൈക്ക് ദിസ് സോഫ ഫാബ്രിക്. It just feels like ഒരു സെറ്റ് അല്ലേ, ഒരു ഫിലിം സെറ്റ് പോലെ. സത്യത്തിൽ ഒരു സെറ്റ്, ഒരു ഹിന്ദി മറ്റേ ഓം ശാന്തി ഓം ഒക്കെ നടക്കുന്ന പോലെ അങ്ങനത്തെ ഒരു സെറ്റിന്റെ ഒരു ഫീലിംഗ് ആ ശരിക്കും തോന്നി. ഇവിടെ വരുമ്പോൾ നമുക്ക് തോന്നും ശരിക്കും നമ്മൾ ബോംബെയിൽ എത്തിപ്പെട്ടു അല്ലേ. ഒരു ഫിലിമി ലുക്ക് മൊത്തത്തിൽ. സോ ഇതിന്റെ ലൈറ്റ്സ് ഒക്കെ നോക്കി, ഇങ്ങനത്തെ ഒക്കെ ലൈറ്റ്സ് ഒക്കെയാണ്. ഇറ്റ്സ് ഓൾ ഭയങ്കര ബുട്ടീക്ക് ലുക്കാണ്. പാലസ് പോലെ ഇല്ലേ നോക്ക്. ഇതാണ് ആ ഒരു നമ്മുടെ റൂമിലേക്ക് പോകുന്ന ഏരിയ. അങ്ങോട്ട് സംഭവം വരാൻ പോകുന്നത്. എത്ര മിറേഴ്സ് ആണ് നോക്ക്, എവിടെയൊക്കെയാ മിറേഴ്സ്. അത് നമുക്ക് കാണിച്ചു കൊടുക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താറിയോ, റൂം നമ്പർ എഴുതി വെച്ചിരിക്കുന്ന സ്ഥലം നോക്കി. ഞാൻ ഇവിടെ റൂം എവിടെ നമ്പർ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. സോ വെൽക്കം ടു റോസ്വിൻ മുംബൈ. I'm sure people are not even ready for this. നിങ്ങൾ വാവ് പറയാൻ റെഡി ആയിക്കോ. Okay. Dun, dun, dun. So welcome to my room. Oh. Sweet room. അല്ല എല്ലാം സ്വീറ്റ് ആ. Every room is sweet. This floor ആണോ അല്ല full hotel. ആണോ? Full hotel. അത്രയും ഹൈ എൻഡ് ഹോട്ടൽ ഇത്. This actually looks like an apartment. സത്യം, നമുക്ക് കാണിച്ചു പോവാം. Sweet room എന്ന് പറഞ്ഞാൽ ഒരു സത്യത്തിൽ ഒരു വീട് പോലെ ഉണ്ട്. ഓക്കെ, സോ ഒരു മിനിറ്റ്, ഞാൻ ആദ്യമേ ഇത് നോക്ക് ബാക്കിലേക്ക് അങ്ങോട്ട് കിടക്കുവാണ് കേട്ടാ. സോ കുറച്ച് ടൈം എടുക്കും, ഓരോന്ന് കാണിച്ചു പോവാവേ. ഞങ്ങൾ തന്നെ കണ്ടിട്ട് തണ്ടായി നിൽക്കുകയാണ്. ഇന്നേ വരെ ഇങ്ങനെ ഒരു സ്വീറ്റ് റൂമിൽ നമ്മൾ താമസിച്ചിട്ടില്ല. നമ്മൾ താജ് ലേക്ക് പാലസിൽ നിന്നിട്ടുണ്ട്, പക്ഷെ അത് വേറൊരു പാലസ്. പക്ഷെ ദിസ് ഈസ് ടോട്ടലി ഡിഫറെന്റ്. അത് ബോംബെ എന്ന് പറഞ്ഞ സ്പേസ് അത് ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇത്രയും സ്പേഷ്യസ് 1000 സ്ക്വയർ ഫീറ്റിന് അടുത്താ. ഫെയർമൗണ്ടിന്റെ അകത്ത് തന്നെയത്, പക്ഷെ ഇത് അവരുടെ കുറച്ചും കൂടെ പ്രീമിയം. ഫെയർമൗണ്ട് ഇസ് ഓൾറെഡി പ്രീമിയം, ഇത് കുറച്ചും കൂടെ ബുട്ടീക്ക് ലെവലില്. നമുക്ക് ഭാഗ്യം കിട്ടി, നമുക്ക് ഇന്ന് ഇവിടെ ഫസ്റ്റ് ഗസ്റ്റ് ആയിട്ട് ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഗസ്റ്റ് ഇന്ന് ഓപ്പണിംഗ് ആവുന്നത്. സോ വെൽക്കം ടു മൈ റൂം. ദേ മുതലാളി ഇരിക്കുന്നു. കേറി തന്നെ ഒരു ബോസ് ബേബി വർക്ക് ഡെസ്ക് ഉണ്ട്. അതിനെന്താ അവിടെ പറ്റിയ കൗച്ച് ഉണ്ട്. ആ കൗച്ച് നോക്ക്, ഇതൊരു പുൾ ഔട്ട് കൗച്ചിന്റെ കൂടെ വെച്ചിരിക്കുന്ന ടിവിയുടെ സൈസ് നോക്ക്. സോ ദാറ്റ് ഇസ് ദേർ. ഇങ്ങനെ ഒരു ഓഫീസ് റൂം വേണോ എനിക്ക്? എന്നിട്ട് പണിയെടുക്കാനോ? ഇതുകൊണ്ടാ ഞാൻ പണിയെടുക്കാത്ത, മനസ്സിലായോ? ഓഫീസ് റൂം ഇല്ലാത്തതുകൊണ്ടിട്ടാണ്. സോ ഇതെല്ലാം വൈഡിലിട്ടാണ് എടുക്കുന്നത്, എന്നാലും എന്റെ ഭംഗി മനസ്സിലാവുള്ളൂ. പിന്നെ ഇത് നോക്കിക്കേ, ഈ ഒരു ഏരിയ സത്യത്തില് മിററും ഉണ്ട് സൈഡില്. ഫുൾ 3 മിറേഴ്സും അതുപോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ലൈറ്റിന്റെ ഒക്കെ ക്വാളിറ്റി നോക്ക്, അതുപോലെ തന്നെ കൗച്ചൊക്കെ നോക്ക്, വേറെ ലെവൽ. എന്റെ കാർപ്പറ്റ് സോ സോഫ്റ്റ്, കുഷനിൽ നടക്കുന്ന പോലെ. ലിഫ്റ്റ് തുറന്നൊരു മണമുണ്ടോ? എന്താല്ലേ മണം, ഏതുവരെ പറഞ്ഞു പോയി നല്ല മണം. ആൻഡ് ദെൻ ഇവിടെ ഒക്കെ വുഡൻ പാനലിംഗ് വെച്ച് ലൈറ്റ്സ് ഒക്കെ ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഇതൊക്കെയാണ് ലൈറ്റ്സ് വരുന്നത്. സോ ബ്യൂട്ടിഫുൾ. ഞങ്ങളുടെ എക്സൈറ്റ്മെന്റ് കുറച്ച് കൂടുതലായിരിക്കും, ക്ഷമിക്കുക. ആൻഡ് ദെൻ we have this. നിങ്ങൾ പ്ലീസ് ഒന്ന് സഹിക്കൂ. അതെ, വാർഡ്രോബ്. Look at the wardrobe. ഇതൊക്കെ ഒരു പാരീസ് ഡീകോർ ആണ്, ഫ്രഞ്ച് ഡീകോർ. My god.
വരുമ്പോ തന്നെ ഒരു വാക്കിംഗ് ക്ലോസറ്റ് അതെ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെയാണ് നമ്മുടെ ബാത്റൂംസ് ഒക്കെ വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡ്രസ് ചെയ്യാനുള്ള ചെയറും വലിയ മിറർ പല സ്ഥലങ്ങളിലും ഉണ്ട്. അതെ അതെ. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. And then the bathroom, look at the എന്തൊരു സ്റ്റൈലിഷ് അല്ലേ. ശരിക്കൊരു എന്താ പറയണ്ടേ, ഇവിടെ നിന്ന് ഫോട്ടോ എടുത്താൽ സ്റ്റുഡിയോയിൽ എടുത്ത പോലെ തോന്നും. ബാത്റൂമിന്റെ ഫ്രണ്ടില് ലുക്ക് അറ്റ് ദ ഫ്രെയിം. ഞാൻ കാണിച്ചു തരാം. നോക്ക്, ഇതാണ് ഫ്രെയിം. എന്ത് ഭംഗിയാന്ന് നോക്ക്. ഓഹ്, ഒരു രക്ഷയില്ല. ആൻഡ് ദെൻ ഇത് ഇന്റീരിയർ ചെയ്തിരിക്കുന്ന ആളെ സമ്മതിക്കണം. ഇതേതോ ഫ്രഞ്ച് ഡിസൈനർ ഒക്കെ ആയിരിക്കും. ആൻഡ് ദെൻ ഇവരുടെ സ്പെഷ്യൽ മറ്റേ സോപ്സും കിറ്റ്സും എല്ലാം ഇവരുടെ ഓൺ കസ്റ്റമൈസ്ഡ് ബ്രാൻഡാണ്. വളരെ ഹൈ എൻഡ് ആയിട്ടുള്ള ഇത് ബോഡി ലോഷൻ, ഹാൻഡ് സോപ്സ് ഒക്കെ, ലൈറ്റ്സ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ആൻഡ് ദെൻ ദ ബാത്റൂം ഷവർ നോക്ക്. ടൈലൊക്കെ കണ്ട പഴയ യൂറോപ്യൻ ടൈൽസ് പോലെ. ഈവൻ അതിന്റെ ഹാൻഡിൽസും ഇതൊക്കെ കണ്ട എല്ലാം ഒരു വിന്റേജ് ലുക്കിലാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെ, നോക്ക്, ഇതെല്ലാം വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എന്തൊരു ഇതല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്റ് ഉണ്ടല്ലോ, ഈ ടോയ്ലറ്റും ഭയങ്കര വിന്റേജാ. കാരണം ആ ഹാൻഡ് ബേസിനൊക്കെ കണ്ട ഇതൊക്കെ ഒരു പഴയ സ്റ്റൈലില, ഒരു ഫ്രഞ്ച് രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. യൂറോപ്യൻ സ്റ്റൈൽ. ഇവിടെയും ഉണ്ട് ഹാൻഡ് വാഷ് ഒക്കെ. ആൻഡ് ദെൻ ടോയ്ലറ്റ്സും എവറിത്തിങ് സോ ബ്രാൻഡ് ന്യൂ, പക്ഷെ ഇറ്റ്സ് സോ എസ്തെറ്റിക്. അതാണ് ഇതിന്റെ വേർഡ്. ആൻഡ് ദെൻ ഇത് അടുത്ത വാർഡ്രോബ്. ഓക്കെ, സോ ഇതിന്റെ അടുത്ത വാർഡ്രോബ് വിത്ത് സ്റ്റീം അയൺ. അതും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടാ. ഒരു സ്റ്റീം അയൺ ഉള്ള ഒരു വാർഡ്രോബ്. ചപ്പൽസ് സിൽക്ക് പോലെയാ. നോക്ക്, വെയിങ് മെഷീൻ ഉണ്ട്. അത് നമ്മൾ തൊട്ടില്ല. ഇനി നമ്മുടെ അടുത്ത ഏരിയ, ബെഡ്റൂം എത്തിയിട്ടില്ല ഇതുവരെ. ലുക്ക് അറ്റ് ദിസ് സ്പേസ് ഗയ്സ്. വരുമ്പോ ഒരു വേറെ ചെറിയ കിച്ചൺ ഉണ്ട്, അതിന്റെ സൈഡിൽ മിറർ ഉണ്ട്. അതെ, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പുറത്ത് പോയി കാണിച്ചു തരാം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ ഇത് ആക്ച്വലി ഒരു മിനി ബാർ പോലെ നമ്മൾ കുപ്പികൾ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് വെക്കാം. അല്ലാതെ ലുക്ക് അറ്റ് ദ ടോസ്റ്റർ. ആ ടോസ്റ്റർ ഒന്നും സാധാരണ ലോക്കൽ ടോസ്റ്റേഴ്സ് ഒന്നും അല്ല വെച്ചിരിക്കുന്നത് കേട്ടോ. മറ്റേ ഇതിന്റെ ബ്രാൻഡ് നെയിം ഞാൻ മറന്നു, പക്ഷെ ആ സെറാമിക് ആയിട്ടുള്ള ഒരു ടോസ്റ്ററും അതുപോലെ തന്നെ ഇൻഡക്ഷൻ. നമുക്കിവിടെ ഓവൻ, പ്രിയ ഇവിടെ നിന്ന് ബേക്ക് ചെയ്ത് കുക്കിംഗ് ഒക്കെ ആയിരിക്കും. പിന്നെ അവിടെ വെച്ചിരിക്കുന്ന നോക്ക് ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു വാസ് ഒക്കെ. ആൻഡ് ദെൻ ഇവിടെ നമുക്ക് നമ്മുടെ ഹൈ ആൻഡ് ലുക്ക് അറ്റ് ദ കെറ്റിൽ വിത്ത് ദ ടെമ്പറേച്ചർ റീഡിംഗ്. ഇത് നോക്കിക്കേ, ഇതൊക്കെയാണ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ. അതും സെറാമിക്കിന്റെ കെറ്റില്, കപ്സ്, മറ്റേ എക്സ്പ്രസോ ഷോട്ട്സിന് വേണ്ടിയുള്ള മെഷീന്, അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ക്യാപ്സ്യൂൾസ്. TWGയുടെ ടീയാ, നോട്ട് ഈവൻ ഡെൽമയുടെ പോലെയല്ല. TWG എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ടീ ബ്രാൻഡ്സ് ഇൻ ദ വേൾഡ്. വളരെ എക്സ്പെൻസീവ് ആണ്. അതുണ്ട്. ഈ ട്രേ തന്നെ വെച്ചിരിക്കുന്ന നോക്ക്. ഇവിടെ ഭയങ്കര തണുപ്പാ. ആൻഡ് ദെൻ ദ കൗച്ച് ഏരിയ. എനിക്ക് വയ്യ, എനിക്ക് ഇവിടുന്ന് പോണ്ട. ഇവനെ കാണാൻ പോണ്ടേ? എനിക്ക് മുമ്പേ ഒന്ന് കാണണ്ടേ? എനിക്ക് വിട്ടിരുന്നാ മതി. നമ്മള് പക്ഷെ ഇന്ന് നാളെ നിക്കണായിരുന്നു ഇവിടെ. സമയമൊന്നും ഇല്ല. എന്താ ഇവിടെ ടിവി ഉണ്ടല്ലോ. ഇവിടെ അടുത്ത ടിവി. നല്ല നല്ല സ്റ്റൈലിഷ്, നല്ല സ്റ്റൈലായിട്ടില്ലേ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് സോഫയൊക്കെ ആണെങ്കിലും. And then we have this amazing TV, and then we are going to the bedroom. Oh, tan-ta-dan. Welcome to Mumbai. ഒരു രക്ഷയില്ല. ഇറ്റ്സ് ലൈക്ക് ആ ബെഡ് ഒന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കിക്കൊന്ന്. പിന്നെ പറയണ്ടല്ലോ. ആൻഡ് ദെൻ ഇറ്റ്സ് സോ സിൽക്കി, ഹൈയസ്റ്റ് ത്രെഡ് കൗണ്ട്സ് ഉള്ള ബെഡ്. അതുപോലെ തന്നെ മാച്ചിങ് ആയിട്ടുള്ള ടിഷ്യൂ ഹോൾഡേഴ്സും റിമോട്ട് ഹോൾഡറും എല്ലാം ഇലക്ട്രോണിക് ആണ്. സൺ ബ്ലൈൻഡ്സും എല്ലാം നമുക്ക് ഇവിടെ തന്നെ കൺട്രോൾ ചെയ്യാം. ഇത് റീഡിംഗ് ലൈറ്റ്സ്. അത് നമ്മൾ തന്നെ തുറന്നാൽ മതി. കണ്ട പ്രിയ, ഇത് ജസ്റ്റ് പൊക്കിയാൽ തന്നെ ലൈറ്റ് ആണോ. ആൻഡ് ദെൻ യു ക്യാൻ ക്ലോസ് ഇറ്റ് ഓവർ ഹിയർ. ഇത് കണ്ടോ, ഇത് കണ്ടോ, പഴയ ടൈപ്പ് ഫാനും ഭയങ്കര സെക്സി ആയിട്ടുണ്ട് ആക്ച്വലി ഫാനും. ആൻഡ് ദെൻ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫാൻ വാങ്ങിച്ചു വെക്കാം, കണ്ടോണ്ട് കിടക്കാലോ. അതിന്റെ ഭംഗി കണ്ടോണ്ട് കിടക്കാലോ. ആൻഡ് ദെൻ യു ഹാവ് ദിസ് ബ്യൂട്ടിഫുൾ ഇതുപോലത്തെ റേഡിയോ പോലെ. ഇതൊക്കെ അത് കണ്ടു. അപ്പൊ ഇതാണ് നമ്മുടെ റോസുവിന്റെ റൂം. എന്തൊരു കിഡിലൻ അല്ലേ. നമ്മൾ ശരിക്കും ഒരു അപ്പാർട്ട്മെന്റ് പോലെ ഉണ്ട് അല്ലേ. സ്വീറ്റ് റൂം ഒന്നും പറയില്ല. സ്വീറ്റ് റൂം അല്ല, ദിസ് ഈസ് എന്താ പറയാ, ഒരു ലക്ഷറി ഫ്ലാറ്റ്. നമുക്ക് ഫ്ലാറ്റ് ഡിസൈൻ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഡിസൈൻ ഫുഡ് കൊടുത്തിരിക്കുക. ഇപ്പൊ ഇത് മാക്രോൺ വേണോ? നമുക്ക് പോണ്ട, നമുക്ക് ഇവിടെ ഇരിക്കാം. നമുക്ക് ആക്ച്വലി ലോഞ്ച് ആക്സസ് ഒക്കെ ഉണ്ട്. ഭയങ്കര ഫുഡാ ലോഞ്ചില്. നോക്കാം. ഇപ്പൊ പോവല്ലേ ഇവിടെ അങ്ങോട്ട്.
പറഞ്ഞതാ ഞാൻ ഒരു എന്ത്? ദിവസം കൂടെ നിക്കാന്ന് ഇവിടെ. അങ്ങനെയൊന്നും പറ്റില്ല. ഇത് നമുക്ക് 2 സെപ്പറേറ്റ് ടിക്കറ്റ് അല്ലല്ലോ, ഒറ്റ ടിക്കറ്റ് അല്ലേ എടുത്ത്. കാണിക്കുകയാണെങ്കിൽ കുറേ മറ്റേ ടെക്നിക്സ് ഒക്കെ ഉണ്ട്. ഇത് ആക്ച്വലി ഫുൾ ലൈറ്റ് ആണ്. ഇത് മൊത്തം ലൈറ്റ്. നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം പല കളേഴ്സിലും. ഇപ്പോൾ ഇവിടെ നമുക്ക് കണ്ട ഇലക്ട്രോണിക് ബട്ടൺസ് ഉണ്ട്. സോ നമുക്ക് കളേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാവുമെന്ന് അറിയില്ല. നമുക്ക് കളേഴ്സ് കണ്ട ഡിം ആക്കാം, ബ്ലൂ ആക്കാം, അതുപോലെ തന്നെ നമുക്ക് വളരെ ഡാർക്ക് ആക്കാം, ആംബിയൻ ലൈറ്റിംഗ് പോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാം. സോ അങ്ങനെ കാണിക്കാൻ കുറേ സംഭവങ്ങളുണ്ട്. പക്ഷെ നമുക്ക് സമയമില്ല. ഹോട്ടലിൻ്റെ 6 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കാണിക്കാൻ പറ്റുമോ? ഇവിടെ വേറെ ഉണ്ട് ക്രയോ തെറാപ്പി എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയോ ഭയങ്കര സ്പാ ഉണ്ട്. മറ്റേ ഐസ് റൂമിൻ്റെ അകത്തൊക്കെ കയറ്റി ഓക്സിജൻ ഒക്കെ തരും. അങ്ങനത്തെ എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ട്. ഞാൻ എൻ്റെ കണ്ടിട്ടുണ്ട് വീഡിയോ. ക്രയോ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഐസ് വെച്ചുള്ള എന്തോ ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഭയങ്കരമായിട്ട് മറ്റേ ലൈഫ് ഈ ക്രിസ്ത്യാനോ റൊണാൾഡോ ഹോളിവുഡ് സെലബ്സ് ഒക്കെ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. അതൊന്നല്ല, ഇത് ഐസ് ചേംബർ പോലെ റൂമിലേക്ക് എന്തോ കയറ്റും, അങ്ങനെ എന്തൊക്കെയോ. അപ്പോൾ അത് കുറേ ഉണ്ട് കാണിക്കാം. പക്ഷെ നമുക്ക് ഒന്നും കാണിക്കില്ല, റൂം മാത്രം കാണിക്കാം. സമയം കിട്ടിയാൽ ലോഞ്ചും കാണിക്കാം. തന്നെ റെസ്റ്റോറൻറ്റിൽ ഇവിടുത്തെ മെർച്ചൻ്റ് റെസ്റ്റോറൻറ്റ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പോകാൻ സമയമില്ല, നമുക്ക് ഫ്ലൈറ്റ് രാവിലെ അല്ലേ. ഇല്ല, ഭയങ്കര ബ്രേക്ക്ഫാസ്റ്റ്. എന്ത് ചെയ്യാനാ, രാവിലെ ഫ്ലൈറ്റ്. നമുക്ക് രാത്രി ബ്രേക്ക്ഫാസ്റ്റ് എത്ര മണിക്ക് തുറക്കും? 6:30 വല്ലതും തുറക്കുമായിരിക്കും. നമുക്ക് എത്ര മണിക്ക് ഇറങ്ങണം? നമുക്കൊരു 7 ആകുമ്പോൾ ഇറങ്ങണതാ. 5 മണിക്ക് പോയി കഴിച്ചാലോ? അപ്പോൾ ഭയങ്കര എനിക്കൊന്ന് ഏറ്റവും വലിയ ബുഫേ ഉള്ള റെസ്റ്റോറൻറ്റ്സ് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബിഗസ്റ്റ് ഇതാണ്. അപ്പോൾ അങ്ങനെ കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. എന്തായാലും ഒന്നിനും സമയമില്ല. സ്നേഹിച്ച് കൊള്ളുവാണല്ലോ. ഇതിലെന്താ എഴുതിയിരിക്കുന്നത് നോക്ക്. വേദുവിനെ എഴുതിയിരിക്കുന്നത്. ഓ, എന്ത് വേണം വേറെ നോക്ക്. ഹാവ് എ നൈസ് വെക്കേഷൻ വേദു. ഓ, ഒരു വെക്കേഷൻ ബോയ്. ഇതപ്പോൾ അവര് അതുപോലെ ഒരു സ്പെഷ്യൽ ചോക്ലേറ്റ്സിൻ്റെ എന്തോ തന്നിട്ടുണ്ട്. പക്ഷെ അതല്ല ഇവിടുത്തെ ഹൈലൈറ്റ്. അവര് ഇത് നടന്ന് തന്നെ എക്സസൈസ് ഉണ്ടല്ലോ. നമുക്കൊരു ഡ്രിങ്ക് തന്നിട്ടുണ്ട്. ഇവരുടെ ലോക്കൽ ഡ്രിങ്ക് ആണ്, ആൽക്കഹോൾ ഒന്നുമല്ല. ഇത് ഫ്ലേവേഴ്സ് ഓഫ് മുംബൈ. ഒരു ഫസ്റ്റ് സിപ്പിൽ തന്നെ ഫ്ലേവേഴ്സ് ഓഫ് മുംബൈ ഇട്ടെ. സോ കൊക്കുമ്പോ, റോസ്, പിങ്ക് സോൾട്ട്, ജീര, ലൈം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഐസൊക്കെ വെച്ചിട്ട് ഒരു ഡ്രിങ്കും തന്നിട്ടുണ്ട്. സോ ഇതൊക്കെ കുടിച്ച് നമുക്ക് നമ്മുടെ മുംബൈ എക്സ്പീരിയൻസ് തുടങ്ങാം. പക്ഷെ ചെറിയൊരു ദിവസമേ ഉള്ളൂന്നേ ഉള്ളൂ. അങ്ങനെ ആ ബ്യൂട്ടിഫുൾ ഹോട്ടലിൽ നിന്ന് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ പ്രിയയുടെ 20 വർഷത്തെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇവിടെ ബോംബെ വന്ന് ലഞ്ച് കഴിക്കാൻ. ലഞ്ചാ എന്തെങ്കിലും അല്ല, എനിക്ക് അതിനേക്കാൾ സന്തോഷം എന്താ അറിയോ, നമ്മൾ ഇത്രയും നാളത്തെ ആഗ്രഹം ഇത്രയും നല്ലൊരു രീതിയിൽ കിട്ടിയതില്ല. അപ്പൊ എപ്പോഴും മെമ്മറബിൾ ആയിരിക്കും. അത് ഞാൻ എൻ്റെ കൂടെ വന്നോണ്ടാ. പണ്ട് പോലെ ഒറ്റയ്ക്ക് വന്നെങ്കിൽ വല്ല മറ്റേ YWCയിൽ താമസിക്കേണ്ടി വന്നത്, ഡോമിട്രിയില്. അടിപൊളിയാ YWC ഇവിടെ, അറിയോ? എനിക്കറിയാം. YMCA ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടുത്തെ. അടിച്ചു നോക്ക്. അഫോർഡബിളും ആണ്, അത്യാവശ്യം ക്ലീനും ആണ്, നല്ല ലൊക്കേഷനിലും. ബോംബെയില് ഹീറ്റ് നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് കൂടുതലായിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഇതിപ്പം മെയിൻ ഏരിയ ആയതുകൊണ്ടായിരിക്കും. റോഡ്സ് ഒക്കെ വേറെ ലെവലാണ്. ഒരു ദുബായ് ഫീലിംഗ്, ഫുൾ പാം ട്രീസും അതൊക്കെ വെച്ച് ഒരു ദുബായിൽ വന്നൊരു ഫീലിംഗ്. ഭയങ്കര പോർഷ് ഏരിയ തോന്നുന്നു കേട്ടോ. ഇവിടെ ഡൽഹിയിലെ പോലെ വെറുതെ ആൾക്കാർ ഹോണൊന്നും അടിക്കുന്നില്ല. അത് തന്നെ ഒരു വലിയ പ്ലസ്സാ. എന്നാലും ഇവിടെ എവിടെയാണ് റെസ്റ്റോറൻറ്റ്. ഒരു വായക്കൊള്ളാത്ത പേരാണ് റെസ്റ്റോറൻറ്റിൻ്റെ. നമ്മൾ പോകുന്ന റെസ്റ്റോറൻറ്റ് ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു മറ്റേ പാനേഷ്യൻ ഫുഡാണ്. സൂഷിയും റാമനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഭയങ്കര സെറ്റപ്പായിട്ടുള്ള ഒരു ഏരിയ കേട്ടോ. നമ്മൾ ഇത്രയും വലിയ റെസ്റ്റോറൻ്റ് ആയിട്ടൊന്നും സാധാരണ ഏഷ്യനിലൊന്നും നാട്ടിൽ കാണാറില്ല. പക്ഷെ ഇത് ഭയങ്കര പോപ്പുലറാണ്. അടിപൊളി സെറ്റപ്പ്. ഫുഡ് കണ്ടിട്ട് അടിപൊളിയാവുന്നു. അവരിയ്ക്കുന്നുണ്ട്. ഇനി കുറച്ച് പേഴ്സണൽ മൂവ്മെൻറ്റ്സ് ഉണ്ട്, അതൊക്കെ കഴിഞ്ഞ് പയ്യെ വീഡിയോ എടുക്കാം. അടിപൊളി ഫുഡായിരുന്നു. ഡിംസം ഓർഡർ ചെയ്തു. ഇത് അവരുടെ ഒരു സ്പെഷ്യൽ ഫ്രൈഡ് ടോഫു. ഇതായിരുന്നു ബെസ്റ്റ്. ഒരു ക്രിസ്പി ഡക്ക് റോളാണ്. അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് വേറെ വെജിറ്റബിൾസ് ഒന്നുമില്ല, പ്യോർ ഡക്ക് മീറ്റ് ആണ്. അത് നല്ല റോസ്റ്റഡ് ഡക്ക്. അതെടുത്ത് അതിൻ്റെ കൂടെ സെലറിയും വരുന്നുണ്ട്. അതെടുത്തിട്ട് ഇവരുടെ ഒരു സ്വീറ്റ് പ്ലം സോസ് ഉണ്ട്, അതേയും മുക്കി കഴിച്ചുണ്ടല്ലോ എൻ്റെ സാറേ അടിപൊളി. അതിൻ്റെ കൂടെ ഈ റൈസ് വരും. ഇത് ആക്ച്വലി സ്റ്റിക്കി റൈസ്, പോക്ക് ആൻഡ് പ്രോൺ ആണ്. സോ നമുക്ക് ആ മീറ്റിൻ്റെ ഫ്ലേവർ മൊത്തം ഇതുപോലെ റൈസിൽ ഇൻഫ്യൂസ്ഡ് ആണ്. അതുപോലെ തന്നെ ആ ഒരു സ്മോക്കി ഫ്ലേവറും കിട്ടും ആ ഇലയുടെ. ഇതൊരു അടിപൊളി ഡിഷായിരുന്നു. പിന്നെ വേദുവിന് നമ്മൾ ഇതുപോലെ ഒരു കങ് പാവ് ചിക്കൻ പറഞ്ഞു. എല്ലാം ഭയങ്കര ഒത്തൻറ്റിക് ആയിരുന്നു. ആൻഡ്
അവരുടെ ഫ്രൈഡ് റൈസ് ഇപ്പോഴും കൊതി വരുന്നതൊക്കെ കണ്ടിട്ട്. ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറഞ്ഞാൽ പ്യോർ ആ ഒരു മീറ്റും എഗ്ഗിൻ്റെ ഒക്കെ ടേസ്റ്റ് ആയിരുന്നു. സ്റ്റിക്കി റൈസാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അതും ഇവിടുത്തെ ആ ഡക്ക് സ്പ്രിംഗ് റോളും ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് മീറ്റ്. അതുപോലെ തന്നെ ഡെസേർട്ട് എന്തൊരു ഭംഗിയെ നോക്കിയിട്ടേക്ക് പീസ് ഓഫ് ആർട്ട്. അതിൻ്റെ കൂടെ ഒരു ജെലാറ്റോവും വരും. ആൻഡ് ഇത് അവരുടെ മൂൺ കേക്ക് വിത്ത് ഐസ്ക്രീം. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവരുടെ ഈ ഒരു റാസ്ബെറി ആയിരുന്നു. അകത്ത് നല്ല ബെൽജിയം ചോക്ലേറ്റും വെളിയിൽ റാസ്ബെറി കൂലി പോലെ. ആൻഡ് യു ഹാവ് ദിസ് ജെലാറ്റോ. ഇത് രണ്ടും മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അടിപൊളിയായിരുന്നു. നമ്മളെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര സംസാരം. പ്രിയ നിർത്തി ഒരു 4 ട്രിപ്പ് പ്ലാനും ചെയ്തു കേട്ടാ. കറക്റ്റ്. പ്രിയ ഇവൻ ഭയങ്കര ബോണ്ടിങ് ആയിരുന്നു. പിന്നെ അതിന്റെ ഇടയ്ക്ക് നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ പോകണ്ടല്ലോ. അതിന്റെ ഇടയ്ക്ക് ഈ പയ്യന് എങ്ങനെയെങ്കിലും തിരിച്ച് റൂമിൽ പോയി സ്വിമ്മിംഗ് പൂളിൽ പോകണമെന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കട്ട് ഷോട്ട് ചെയ്ത് ബാക്ക് ടു അവർ പൂൾ അല്ലേ? പൂൾ ടൈം. ഓക്കെ. തിരിച്ച് ഹോട്ടലിലേക്ക് വരുമ്പോഴേ ആ ഫീലിംഗ്, സച്ച് എൻ അമേസിംഗ് ഹോട്ടൽ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇവിടെ വന്ന് താമസിക്കാൻ പറ്റും. ജസ്റ്റ് കം ആൻഡ് സ്റ്റേ. ഇറ്റ്സ് ലൈക്ക് ടോട്ടലി ഡിഫറെൻറ്റ് ലെവൽ. ലൗഞ്ചിലേക്കൊക്കെ നമുക്ക് ആക്സസ് ഉണ്ട്. പറ്റുമെങ്കിൽ വേണമെങ്കിൽ ലൗഞ്ചിൽ പോയിരിക്കാം. അല്ല, കിടന്നുറങ്ങിക്കോ. കുറഞ്ഞ അത് കഴിഞ്ഞിട്ടേ നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങൾ പൂളിൽ പോയിട്ട് വരാം ആ ടൈമിൽ. പൂളോ? എന്നാൽ പൂളിൻ്റെ സൈഡിൽ വന്നിരുന്നു തുറന്നു. ആ തുറന്ന ആള് ഇവിടെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ കയറി വരുന്ന ഏരിയ. ആൻഡ് ഇത് ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ പ്ലേസസ് എൻഡ്ലെസ്. വൈകുന്നേരം ഇവരിതൊക്കെ മാറ്റും. ഇതൊക്കെ അവർ നമുക്കൊരു ടേൺ ഡൗൺ സർവീസ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ടേൺ ഡൗൺ സർവീസിൽ അവർ ബെഡൊക്കെ ഒന്നും കൂടെ, ഇപ്പം നമ്മൾ ബെഡൊക്കെ ക്ലീൻ ആണ്, അല്ലെങ്കിൽ ബെഡൊക്കെ ഒന്നും കൂടെ ഡെക്കറേറ്റ് ചെയ്ത് രാത്രി നമുക്ക് ഉറങ്ങാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തു തരും. ആൻഡ് ഇത് ഇലക്ട്രിക് ആണ്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ എനിക്ക് കാണിക്കുക. വ്യൂ കാര്യമായിട്ടൊന്നുമില്ല. ഒരു സിറ്റിയുടെ നടുക്കല്ലേ, ഒരു ടാക്സികളുടെ കളിയാ. ബാ ലോഞ്ചിൽ പോവാം. എന്ത് ഇതേ വേദമാണ് ഇവിടുത്തെ എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന ആള് കേട്ടാ. ഗൈസ്, പൂളിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ ലോഞ്ച് ആക്സസ് ഉണ്ടല്ലോ. സോ അതെന്താ ഈ സംഭവം, ലോഞ്ച് ആണോ വേർത്താണോ എന്നൊക്കെ നോക്കാനായിട്ട് ഇപ്പോൾ പോവാണ്. കംപ്ലീറ്റ് ഫ്രീ ആണ് ലോഞ്ചിൽ. ആൽക്കഹോൾ ഉണ്ടെന്ന് അറിയാം, പക്ഷെ അതല്ലാതെ ഫുഡും വ്യൂവും ആംബിയൻസ് ഒക്കെ ഒന്ന് നമുക്ക് കയറി നോക്കാം. ഇവിടെ എന്തോ ഭയങ്കര ഇവൻ്റൊക്കെ നടക്കുന്നുണ്ട്. എന്തൊരു ഹോട്ടലാണ് ഇത്. വേറെ ലെവലാണ് ഈ ഹോട്ടൽ കേട്ടോ. ഒന്നും പറയാതിരിക്കാൻ വയ്യ. ഇറ്റ്സ് ലൈക്ക് ജസ്റ്റ് സോ ക്ലാസി. ആബ്സല്യൂട്ട് ക്ലാസ് ആണ് ഈ ഹോട്ടൽ. സോ ഇതാണ് ആക്ച്വലി ഇവിടുത്തെ ലൗഞ്ച്. ഇറ്റ് ഇസ് സോ പോഷ്, സോ ലക്ഷറിയസ്. എന്തൊരു ഇൻറ്റീരിയേഴ്സ് ആണ് നോക്കി. ഇറ്റ്സ് സോ ഹ്യൂജ്. ഇവിടെയൊക്കെ ഇരിക്കാനുള്ള സ്ഥലമാണ്. ആൻഡ് സച്ച് പ്ലേസസ് ആർ ജസ്റ്റ് അമേസിങ്. എന്തൊരു ബ്യൂട്ടിഫുൾ ഏരിയ നോക്ക്. ക്ലാസ്. ആൻഡ് ഇതിൽ ഇതുപോലത്തെ ഡെക്കോറും ഡെക്കറേഷനൊക്കെ വെച്ച് എയർപോർട്ടിൻ്റെ അടുത്തായതുകൊണ്ടായിരിക്കും എയർപോർട്ട് വ്യൂ. സോ മച്ച് സ്പേസസ് ദ. ആൻഡ് ഇത് 6 to 8 കോക്ടെയിൽ അവേഴ്സ് ആണ്. ആ ടൈമിൽ കുറച്ച് എക്സ്ട്രാ ഫുഡും ഡ്രിങ്ക്സൊക്കെ കാണും. എന്ത് രസമാണ് നോക്കൊരു ഏരിയ. ഞാൻ എന്തായാലും ഫുഡൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ബാർ കൗണ്ടറാണ്. സോ ആൽക്കഹോൾ എവറിത്തിങ് ഇസ് കോംപ്ലിമെൻ്ററി. കുറേ കോക്ടെയിൽസും മോക്ടെയിൽസും അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് സ്പെസിഫിക്കലി ഓർഡർ ചെയ്യാം. ദ ഡെസേർട്ട്സ്, കോംപ്ലിമെൻ്ററി ഡെസേർട്ട്സിൻ്റെ ക്വാളിറ്റി നോക്ക്. ബെറി, ഇതൊരു ബ്ലൂബെറി മാസ്കപ്പോൺ. ദിസ് ഇസ് ദ റോയ്സ് ചോക്ലേറ്റ് പോലത്തെ. ബാക്ലവ, അതുപോലെ കുറേ ചിപ്സ് ഉണ്ട്, ചീസസ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്. ആൻഡ് ഇതുപോലെ കുറച്ച് ചോങ്ചിങ് ചിക്കൻ, എൻ്റെ ചൈനയിലെ ഫേവറേറ്റ് സിറ്റി. ചോങ്ചിങ് ചിക്കൻ ഉണ്ട്, ഒരു ഫിഷ് ഉണ്ട്. ആൻഡ് ദെൻ സം സാത്തർ പോലത്തെ ഒരു സാധനമുണ്ട്. ആൻഡ് സൂപ്പ്. ആൻഡ് ദെൻ യു ഹാവ് സം, ഇതൊക്കെ ആന്ധ്ര പനീർ വെജാണ്. സോ കുറച്ച് പനീർ ഐറ്റംസ്, കുറേ ഡിപ്സ്. ഇതൊരു ഓൾമോസ്റ്റ് ഒരു ചെറിയ ബുഫേ പോലെ തന്നെയുണ്ട്. കുറേ ഡിപ്സ്, കുറേ കോൾഡ് കട്ട്സും മീറ്റ്സും, അങ്ങനെ സ്മോക്ക് ചിക്കൻ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. കുറച്ച് ചിക്കനും ഇതും, പിന്നെ കുറച്ച് സാലഡും. ആൻഡ് വേദോന് കുറച്ച് നാച്ചോസും എടുത്ത്. എന്തൊരു ടേസ്റ്റാണെന്നറിയാം. ലോഞ്ച് ഫുഡ് പോലേ ഇല്ല കേട്ടോ. ബോംബെ വന്ന് ടോട്ടലി വേർത്തായി. ഇവരെയും കാണാൻ പറ്റി, അപ്ഗ്രേഡഡ് സ്റ്റേയും കിട്ടി, അടിപൊളി ഫുഡും ആയിരുന്നു. എന്താ പറയുക, ലോട്ടറി, സത്യം പറഞ്ഞാൽ ലോട്ടറി അടിച്ച പോലെ ഫീലിംഗ്. ഇതിൻ്റെ ഒക്കെ നോക്കി, ഇതൊരു സ്ട്രോബെറി ബേസ്ഡ് ഡ്രിങ്ക് ആണ്. പ്രിയയ്ക്ക് പിന്നക്കൊളാണ്. രാത്രി വിശക്കുമെന്ന് പറഞ്ഞ് വരരുത് കേട്ടോ. ഇല്ല, ഇതാണ് ഡിന്നർ. നല്ല ടേസ്റ്റ് ഉണ്ട്, കഴിച്ചു നോക്കുക. കുറച്ച് സാലഡ് മാത്രം കഴിക്കും. വേണ്ട, എന്താ ഓക്കെ.
ഇത് ആണ് ഇവരുടെ ഡെസേർട്ടിൽ എടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും നമ്മുടെ ജപ്പാനിലെ റോയ്സ് ചോക്ലേറ്റ് പോലത്തെ, പക്ഷെ അവർ ഇവിടെ ഉണ്ടാക്കുന്നു. സോ ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫഡ്ജി ഡാർക്ക് ചോക്ലേറ്റ് ആയിരിക്കണേ. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഫുൾ ലൈക്ക് ഡാർക്ക് ചോക്ലേറ്റ് അൾട്ടിമേറ്റ് ആണ്. ജപ്പാൻ്റെ അത്രയൊന്നും ടെക്സ്ചറില്ല. ജപ്പാൻ്റെ അകത്തെ സ്മൂത്ത് ബട്ടർ പോലെ ഇരിക്കും റോയ്സ് ചോക്ലേറ്റ്. ഇത് കുറച്ച് ക്രംബിളിയാണ്, എന്നാലും പ്യുവർ ഡാർക്ക് ചോക്ലേറ്റ് ഗുഡ്നസ്. ഇത്രയും ഇനിയാവും. ഇതുണ്ട്. ഇത് ഒപ്ര കേക്ക്, പക്ഷേ ബെറി. ബെറി, വൈറ്റ് ചോക്ലേറ്റ്, ഫഡ്ജ് കേക്ക്, ഡാർക്ക് ചോക്ലേറ്റ്. എന്തൊരു ഡീറ്റെയിലിംഗ്. ഹേസൽനട്ട്. അടിപൊളി. ഇനി പോയി നീന്തട്ടെ. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നീന്തിയ ഇന്ന് കഴിച്ചതിൻ്റെ ഈ ഒരു കേക്കിൻ്റെ കാലറി എങ്ങനെയെന്ന് പറയും. ഈ ഹോട്ടൽ വേറെ ലെവൽ. നോക്ക് അവർ വേദന്ന് ഗിഫ്റ്റ്സ് വെച്ചിരിക്കുന്നത്. ഓ, നമ്മൾ ഫെയർമൗണ്ടിലാണ്. രണ്ടും ഒരേ ബിൽഡിംഗ് ആണ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലും ഈ ഫെയർമൗണ്ടും. അപ്പോൾ പൂളൊക്കെ ഷെയർഡാണ്. ഇങ്ങോട്ടൊക്കെയാണ് പോകുന്നത്. ഇറ്റ്സ് ജസ്റ്റ് പ്യുവർ ഓക്കോ. ഇത് കിഡ്സ് ക്ലബ്ബൊക്കെ ഉണ്ട് ഇവിടെ, കുട്ടികളുടെ ക്ലബ്ബ് ഉണ്ട്. ബട്ട് ഇറ്റ്സ് പ്യുവർ ലക്ഷറി ആൻഡ് ഓപ്പുലൻസ്. എന്തായാലും നമുക്ക് പൂളും നോക്കാം. മൈ ഗോഡ്, എന്തൊരു പൂൾ ഏരിയ നോക്ക്. പൂൾ സൈഡ് റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് ആൻഡ് സ്വിമ്മിങ് പൂള് അവിടെയാണ്. ആരുമില്ല, നമുക്ക് പ്രൈവറ്റ് പൂള് പോലെ. ഓ, മാഡം ഇവിടെ കിടപ്പ് പോയി കേട്ടാ. ഹലോ പ്രിയ മോഹൻ, എന്താ ഉദ്ദേശം? ഓ, ഇത് കിഡ്സ് പൂളാണ്. ഹാപ്പിയായി. ആൻഡ് ഇതാണ് നമ്മുടെ മെയിൻ അഡൾട്ട് പൂള് വരുന്നത്. ഇറ്റ്സ് ഓൺ ദ 3rd floor ആൻഡ് വാട്ട് എ ലൊക്കേഷൻ. ഇതിൽ നമുക്ക് വെള്ളത്തിൽ തന്നെ കിടക്കാനുള്ള സൗകര്യമുണ്ട്. ആൻഡ് ദെൻ യു ഹാവ് ദ ബ്യൂട്ടിഫുൾ പൂൾ ഓവർ ഹിയർ. ഓ, ഇത് നമ്മുടെ ലൗഞ്ച് ഏരിയ. പൂള് 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 നല്ല വ്യൂ നല്ല വ്യൂ നല്ല വ്യൂ. ആൻഡ് ദെൻ ദ ബ്യൂട്ടിഫുൾ പൂൾ സൈഡ് ഡൈനിങ് ഏരിയ. പ്രിയ അവിടെ കിടക്കുന്നു. അമേസിങ് പ്രോപ്പർട്ടി. ഷോ, അമേസിങ്. ഇങ്ങോട്ടും അപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോവാം. ബാ, അടിപൊളി സ്ഥലമോ. വാ ബാ, പൂളിന്റെ സീക്രട്ട് ഏരിയ. വാ, വേദവും പൂളൊക്കെ ഒരേ കളറ്. ഇതിൽ കൂടെ പോയിട്ടേ അറ്റത്ത് എന്താന്ന് നോക്ക്. പോ പോ, ഏറ്റവും അറ്റത്ത് പോയി നോക്ക്. പോ. ജക്കൂസിയും ഉണ്ട് ഇവിടെ. വെള്ളം ചൂടാണോ തണുപ്പാണ്? ഇവിടെ വലിയ ചൂടൊന്നുമില്ല. അവിടെ പോയി നിന്ന് നോക്ക്. ആ, ഡീപ്പായിരിക്കും. പിടിച്ചേ, അവിടെ പിടിച്ചു പോ. ഡീപ്പാണോ നോക്കട്ടെ. ഡീപ്പല്ല. ആ, ഇത്രയും വെള്ള. പക്ഷെ അവിടെ ഡീപ്പായിരിക്കും. പോണ്ട, അപ്പൊ വരാം. ഓ ഗൈസ്, അങ്ങനെ എന്തോ കുറേ കാര്യങ്ങൾ ചെയ്ത ഒരു ദിവസം പോലെ തോന്നി. ജസ്റ്റ് 1 day ഹിയർ. പക്ഷേ ഇറ്റ് വാസ് ടോട്ടലി, ഞാൻ പറഞ്ഞ ഒരു ലോട്ടറി അടിച്ചൊരു ഫീലിംഗ് ആയിരുന്നു. സോ ഞാൻ പറഞ്ഞ ഫെയർമൗണ്ടിൽ വന്ന് നിങ്ങൾക്ക് ഈ ഒരു ഹോട്ടൽ റോസ്വിൻ എടുക്കാൻ പറ്റിയ ഇറ്റ്സ് എൻ അമേസിങ് മെമ്മറി. സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയാണ്. ദിൽ മേക്ക് ഇറ്റ് റിയലി സ്പെഷ്യൽ. ആൻഡ് ഹോപ്പ്ഫുള്ളി നിങ്ങൾ എൻജോയ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഹോട്ടലിനെ കുറിച്ച് നിങ്ങൾ പറയുക. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ വേറെ. പക്ഷെ നമുക്ക് അറിയാം, ഒരു ദിവസം ഉള്ളായിരുന്നു. പ്രിയയുടെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യായിരുന്നു ഈവേനെ. അതുകൊണ്ട് എല്ലാം കാണിക്കാൻ പറ്റിയില്ല. ഇവിടുത്തെ ഫുഡും ബ്രഞ്ചും ബുഫേ ഒക്കെ അടിപൊളിയായിരുന്നു. നാളെ ബ്രേക്ക്ഫാസ്റ്റ് പോലും ചിലപ്പോൾ കഴിക്കാൻ പറ്റില്ല. നമ്മൾ നേരെ സിംഗപ്പൂരിലേക്ക് പോവാണ്. സോ ഇനിയും കുറേ അടിപൊളി കാഴ്ചകളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ആൻഡ് ഞങ്ങളുടെ ചൈന ട്രിപ്പ് വരുന്നുണ്ട് മെയിൽ. സോ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കാം, അതിലേക്ക് അയക്കുക. ആൻഡ് നമുക്ക് വേറൊരു അടിപൊളി വ്ളോഗിൽ കാണാവേ. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.